എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എത്തിയിരിക്കുന്നത് മൗനരാഗം സീരിയലിന്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് കഥയൊക്കെ ആയിട്ടാണ്. അപ്പൊ നേരെ നമുക്ക് ആ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ കോടതി മുറിയിൽ നമ്മുടെ കല്യാണിയെ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രകാശന്റെ വാദമുഖങ്ങൾ കേൾക്കുമ്പോൾ കല്യാണിയാണെങ്കിലോ വളരെയധികം വിഷമിക്കുന്നുണ്ട്. സ്വന്തം അച്ഛനാണ് തന്നെ പറ്റി ഇത്രയും മോശമായിട്ടൊക്കെ സംസാരിക്കുന്നത്. അങ്ങനെ പ്രകാശൻ തുടർന്ന് പറയുകയാണ്, അതെ എന്റെ പൊന്നു മേഡത്തിന് അറിയില്ല, ഒരച്ഛനാണ് ഞാൻ എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്നോ. ഇവളെ പോലെ ഒരു തലതെറിച്ചവള് അവൾ എന്റെ മകളായിട്ട് പിറന്നല്ലോ എന്നുള്ള കാര്യം ആലോചിച്ച്. അപ്പം ജഡ്ജിയമ്മ ചോദിക്കുന്നുണ്ട്, എന്താണ് പ്രകാശ പ്രശ്നം, എന്തായാലും നിങ്ങൾ തുറന്നു പറഞ്ഞോളൂ എന്ന് പറയുമ്പം, അതെ ഇവള് 3ാം ക്ലാസ്സിൽ വെച്ച് പഠിത്തം നിർത്താനുള്ള കാരണം ഇവള് തന്നെയാണ്. ഇവള് മറ്റുള്ള ആൾക്കാരും ഒക്കെ ആയിട്ട് വഴക്കുണ്ടാക്കുമായിരുന്നു. അങ്ങനെയൊക്കെയാണ് ഇവളെ പിന്നീട് പഠിപ്പിക്കേണ്ട എന്നുള്ള ഒരു തീരുമാനം അത് ഞാൻ എടുക്കാനുള്ള കാരണം. പിന്നീട് അവളെ തേടി ഒരുപാട് ചെറുപ്പക്കാര്, അത് ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള ചെറുപ്പക്കാര്, അവരെല്ലാരും ഇവളെ അന്വേഷിച്ച് വീടുകളിലേക്ക് വരുമായിരുന്നു. ഇവളുടെ കല്യാണത്തിന് മുന്നെയാണ് ഇവളെക്കുറിച്ച് പല കാര്യങ്ങളും ഞാൻ സത്യമായിട്ടും അറിഞ്ഞത്. ഇത്തരം കാര്യങ്ങളൊക്കെ കല്യാണിയെ കുറിച്ച് മോശമായിട്ട് പ്രകാശൻ ഇങ്ങനെ പറയുമ്പം കല്യാണിയാണെങ്കിലോ ഇതൊക്കെ കേട്ട് ഞെട്ടിത്തരിച്ച് ഷോക്കായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പം അച്ഛന്റെ വാദങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ വിക്രത്തിനാണെങ്കിലോ വലിയ സന്തോഷമൊക്കെ ആയി. അങ്ങനെ തന്നെയാണ് വേണ്ടത്, ഇവളെ ഒതുക്കാനായിട്ട് ഇത് തന്നെയാണ് മാർഗം. കല്യാണത്തിന് മുന്നേ കല്യാണി പേരുദോഷം കേൾപ്പിച്ചു എന്നുള്ള കാര്യമാണ് പിന്നീട് പ്രകാശൻ പറയുന്നത്. അപ്പം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോഴും ജഡ്ജിയമ്മ പറയുന്നുണ്ട്, ഇനിയിപ്പം നിങ്ങൾക്ക് പോവാം. അതെ എന്റെ പൊന്നു മേഡം, എനിക്ക് ഒരു കാര്യം കൂടി ബോധിപ്പിക്കാനുണ്ട്. കായലോരം വീടെന്ന് പറഞ്ഞാല് ആ വീട് കല്യാണിയുടെ പേരിലാണ് പ്രശസ്തമായത്. അത്ര കണ്ട് നാണം കെട്ട് തല താഴ്ത്തിയാണ് ഞാനും എന്റെ മക്കളും ഒക്കെ ജീവിച്ചിരുന്നത്. ഇനിയിപ്പം ഒരു കാരണം വെച്ചാലും ഇവൾ എന്റെ മകനോട് കാണിച്ച തെറ്റ് അതെനിക്ക് പൊറുക്കാനേ സാധിക്കില്ല. കല്യാണിക്ക് കിട്ടുന്ന പരമാവധി ശിക്ഷ തന്നെ മേഡം അവൾക്ക് കൊടുക്കണമെന്ന് പറയുകയാണ്. അങ്ങനെ കല്യാണിയാണെങ്കിൽ അടുത്ത കല്യാണിയുടെ ഊഴത്തിലേക്ക് വരുമ്പം പെട്ടെന്ന് തന്നെ വക്കീല് ചോദിക്കുന്നുണ്ട്, ഇനി ഡിഫൻസിന് പറയാം, അതുകൊണ്ട് ആരാണ് കല്യാണിയുടെ ഭാഗത്ത് നിന്നും വാദിക്കാൻ വരുന്നതെന്ന് ചോദിക്കുമ്പം കല്യാണി തന്നെയാണ് അങ്ങോട്ട് എഴുന്നേറ്റ് ചെല്ലുന്നത്. അപ്പൊ കല്യാണിയാണ് വാദിക്കുന്നതെന്ന് അറിയുമ്പോൾ ആദ്യം ഒന്ന് പ്രകാശനും നമ്മുടെ വിക്രവും ഒക്കെ ഞെട്ടുന്നുണ്ടെങ്കിലും അവന്മാർക്ക് ഒരു തരി ആശ്വാസമായി. കല്യാണി ആവുമ്പം വലിയ പഠിപ്പും വിദ്യാഭ്യാസമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് അവളെ നമ്മുടെ വക്കീലിന് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും. ആ ഒരു കോൺഫിഡൻസ് ആണ് ഇവർക്ക് എല്ലാവർക്കും തന്നെ ഉള്ളത്. അപ്പം കല്യാണി വന്നതും കല്യാണി പറയുന്നുണ്ട്, മേഡം ഞാൻ തന്നെയാണ് എന്റെ കേസ് വാദിക്കുന്നത്, അതിനുള്ള അനുമതി തരണമെന്നും പറഞ്ഞ് കോടതി മുന്നിൽ അവൾ തൊഴുതു നിൽക്കുമ്പം എന്തായാലും കല്യാണി യു പ്രൊസീഡ് എന്ന് പറയുകയാണ്. പെട്ടെന്ന് തന്നെ കല്യാണി എനിക്ക് കായൽവാരം വീട്ടിലെ പ്രകാശനെ ചോദ്യം ചെയ്യണമെന്ന് പറയുമ്പം പ്രകാശനാണെങ്കിൽ ഇവളെന്തിനാണാവോ ഇപ്പൊ എന്നെ ചോദ്യം ചെയ്യുന്നത്, ആയിക്കോട്ടെ. അപ്പം പെട്ടെന്ന് തന്നെ അവിടെ നിൽക്കുന്ന ഗുമസ്തൻ വിളിക്കുന്നുണ്ട്, കായൽവാരം വീട്ടിലെ പ്രകാശൻ ഈ കോടതിയിൽ കയറി നിൽക്കുമെന്ന് പറയുമ്പം പെട്ടെന്ന് തന്നെ പ്രകാശൻ വന്ന് അവിടെ നിന്നു. പ്രകാശനെ കണ്ടതും നിങ്ങളുടെ യഥാർത്ഥ പേരെന്താന്ന് ചോദിക്കുകയാണ്. അപ്പൊ പ്രകാശൻ എന്ന് പറയുന്നുണ്ട്. പിന്നീട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ വീട്ടുപേരെന്താണ്? അല്ല കല്യാണി, ഇതൊന്നും നിനക്ക് അറിയത്തില്ലേ എന്ന് ചോദിക്കുമ്പം വക്കീലമ്മ ഇടപെടുന്നുണ്ട്, നമ്മുടെ ജഡ്ജിയമ്മ ഇടപെടുന്നുണ്ട്. പുള്ളിക്കാര് പറയുന്നുണ്ട്, ഇവിടെ എടി ബോഡി എന്ന് പറയുന്ന പ്രസ്താവനകളൊന്നും വേണ്ട, അതെ അത് നിങ്ങളോട് ചോദിക്കുന്ന കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞാൽ മാത്രം മതിയെന്ന് പറയാണ്. പെട്ടെന്ന് തന്നെ പ്രകാശം പറയുന്നുണ്ട്, കായൽവാരം എന്നാണ് എന്റെ തറവാടിന്റെ പേര്, അവിടെ തന്നെയാണ് ഞാൻ താമസിക്കുന്നത്. അല്ല നിങ്ങൾക്ക് എത്ര മക്കളാണ് ഉള്ളത്? എനിക്ക് 3 മക്കളാണ് ഉള്ളത്, അതിൽ ഒന്നിനെ ഞാൻ തള്ളിക്കളഞ്ഞു എന്നുള്ള കാര്യം പുള്ളിക്കാരൻ പറയുമ്പം നിങ്ങൾ നിങ്ങളുടെ 2ാമത്തെ മകളെ എപ്പോഴാണ് ശരിക്കും ഒന്ന് കണ്ടതെന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് തന്നെ പ്രകാശം പറയുന്നുണ്ട്, അത് ഞാൻ എല്ലായ്പ്പോഴും കാണുന്നതല്ലേ, പിന്നെ ഇനിയിപ്പോ പ്രത്യേകിച്ച് എന്തിനാ പറയുന്നത്, അച്ഛൻ മക്കളെയൊക്കെ കാണുന്നതാണ്, അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ പ്രത്യേകിച്ച് ഏത് സമയത്താണെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ മേഡം എന്നിങ്ങനെ ചോദിക്കുകയാണ്. പെട്ടെന്ന് കല്യാണി പറയുന്നുണ്ട്, മേഡം ഞാൻ അനുഭവിച്ച യാതനകളും അതുപോലെ ദുഃഖങ്ങളും ഒക്കെ അറിയണമെങ്കിൽ എനിക്ക് ഒരാളെ കൂടി വിസ്തരിക്കാനുണ്ടെന്ന് പറയുകയാണ്. അങ്ങനെ കല്യാണി തന്റെ ചേച്ചിയെ വിസ്തരിക്കാനുള്ള അനുവാദം കോടതി മുഖേന വാങ്ങുകയാണ്. അപ്പം നമ്മുടെ കാദംബരി വന്ന പാടെ തന്നെ കോടതി മുമ്പാകെ കാദംബരി സത്യം മാത്രമേ പറയുള്ളൂ സത്യമൊക്കെ ചെയ്തു. അങ്ങനെ പ്രകാശനാണെങ്കിലോ കാദംബരി ഇപ്പൊ ഇവളുടെ കസ്റ്റഡിയിലാണല്ലോ, ഇവളുടെ ആളാണ്, അതുകൊണ്ട് തന്നെ അവൾ ഇനി ഇവൾക്ക് അനുകൂലമായിട്ട് മാത്രമേ സംസാരിക്കുകയുള്ളൂ. മേഡം
എൻ്റെ അനുജത്തി ഒരുപാട് ദുഃഖങ്ങൾ താണ്ടിയാണ് ഇതുവരെ എത്തിയത്. ഞങ്ങളുടെ അച്ഛന് പെൺകുട്ടികളെ തീരെ ഇഷ്ടമല്ലായിരുന്നു. എന്നോടാണെങ്കിലും എൻ്റെ അനുജത്തിയോടാണെങ്കിലും വേർതിരിവ് തന്നെയാണ് അദ്ദേഹം കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ കല്യാണി കുട്ടിക്കാലത്ത് അനുഭവിച്ചിരുന്ന യാതനകളെല്ലാം കാദംബരി കോടതിയിൽ വിളിച്ചു പറയുമ്പോഴത്തേക്കിനും പ്രകാശനാണെങ്കിലോ ഈശ്വര, ഇനിയിപ്പോ ഇത് വേറെ രീതിയിൽ കേസ് അന്വേഷണത്തിലേക്ക് പോകുമല്ലോ, താൻ എങ്ങാനും ഇനി അതിന്റെ പേരിൽ പെടുവോ എന്നുള്ളൊരു ടെൻഷനിൽ ഇരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ വക്കീൽ ഇടപെടുന്നുണ്ട്, പ്രകാശിന്റെ വക്കീല്. അയാൾ പറയുന്നുണ്ട്, മാഡം ഇവിടെ ആവശ്യമില്ലാത്ത കാര്യങ്ങളും ആവശ്യമില്ലാത്ത വാദങ്ങളും ഒക്കെയല്ലേ നടക്കുന്നത്, അതുകൊണ്ട് അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? നമ്മൾ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്താൽ പോരെന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ആ മേഡം പറയുന്നുണ്ട്, ഇത് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണെന്ന് എനിക്ക് കൂടി തോന്നണ്ടേ, എന്തായാലും ഇതെല്ലാം ഈ കേസിനെ ഗുണകരമായി ബാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പ്രകാശന്റെ മനോനിലയും പ്രകാശന്റെ മനസ്സിലിരിപ്പും ഒക്കെ മനസ്സിലാവാനായിട്ട് മക്കൾ തന്നെ പറയുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞ് കാദംബരി നമ്മുടെ കല്യാണിയോട് കാണിച്ച ഓരോ വേർതിരിവും ഭക്ഷണ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ കിടക്കുന്ന കാര്യത്തിലൊക്കെ ആണെങ്കിലും ഒരുപാട് വേർതിരിവ് കാണിച്ചു. ഇതെല്ലാം അവളും വിളിച്ചു പറയാണ്. അപ്പൊ പ്രകാശന് ഇതാ നിക്കക്കള്ളി ഇല്ലാതെ ഇരിക്കുകയാണ്. ഈ സമയത്താണെങ്കിലോ ഇനി കാദംബരിക്ക് പോകാന്ന് ജഡ്ജിയമ്മ പറയുകയും ചെയ്തു. അങ്ങനെ കല്യാണി വീണ്ടും പ്രകാശനെ ആ ഒരു കോർട്ടിൽ കയറ്റി നിർത്തി. പ്രകാശനാണെങ്കിലോ നീ എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ, ഇതിനൊക്കെയുള്ള മറുപടി എൻ്റെ പക്കലുണ്ട് എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ഞാൻ എൻ്റെ വീട്ടില് കുട്ടിക്കാലം തൊട്ടേ തൊഴുത്തിലാണ് താമസിച്ചതെന്നും കുട്ടിക്കാലത്ത് എൻ്റെ അമ്മ പശുക്കൾക്ക് കെട്ടിക്കൊടുക്കുന്ന ഒരു മണി, ആ മണി എൻ്റെ കഴുത്തിലും കെട്ടിത്തരുമായിരുന്നു. അത് എന്തിനാണെന്ന് അറിയാവോ? എൻ്റെ വീട് കായൽവാരം വീടെന്ന് പറയുന്നത് വെറുതെ അല്ല, വീടിന്റെ അടുത്ത് തന്നെയാണ് കായലുള്ളത്. മുട്ടിലെഴയുന്ന പ്രായത്തിൽ തന്നെ ഞാൻ അങ്ങനെ കായലിലേക്ക് പോയ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടാകുമ്പം എൻ്റെ അമ്മയ്ക്ക് അതെല്ലാം അറിയാൻ വേണ്ടിയിട്ടാണ്. അച്ഛൻ്റെയും അച്ഛമ്മയുടെയും ക്രൂരതകളൊക്കെ കൊണ്ട് തന്നെയാണ് കുട്ടിക്കാലത്ത് എനിക്ക് ശബ്ദം നഷ്ടപ്പെട്ടതെന്ന് എൻ്റെ ചേച്ചി പറഞ്ഞതിൽ നിന്നും മാഡത്തിന് വാസ്തവം മനസ്സിലായി കാണുമല്ലോ. അതുകൊണ്ട് എൻ്റെ അമ്മ ഒരുപക്ഷെ ഒന്നും വിചാരിച്ചിട്ടായിരിക്കില്ല എൻ്റെ ശ്രദ്ധ ഞാൻ എങ്ങോട്ട് പോയാലും അറിയാൻ വേണ്ടി തന്നെ ആയിരിക്കും അമ്മ അങ്ങനെയൊക്കെ ചെയ്തത്. അങ്ങനെ ആ ഒരു മണി അതെൻ്റെ 22ാമത്തെ വയസ്സ് വരെ എൻ്റെ കഴുത്തിലുണ്ടായിരുന്നു. പിന്നീട് എനിക്ക് നല്ലൊരു ബന്ധം കിട്ടി. ആ ബന്ധമാണ് എന്നെ ഇന്ന് നിലനിർത്തുന്നത്. എന്നെ ഇങ്ങനെ ഇപ്പോഴത്തെ സംസാരിക്കുന്ന രീതിയിലുള്ളൊരു കല്യാണിയാക്കി മാറ്റിയത് എൻ്റെ ഭർത്താവ് മാത്രമാണ്. അല്ലാതെ എൻ്റെ അച്ഛനും ആങ്ങളെയും ഒക്കെ എന്നെ എങ്ങനെയും തീർക്കണമെന്ന് മാത്രം ചിന്തിച്ചാ നടന്നത്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ കേൾക്കുമ്പം പ്രകാശനാണെങ്കിലോ ഈശ്വര കൈകാര്യം നമ്മള് ഉള്ളിൽ വെച്ചിരുന്ന കാര്യങ്ങൾ മുഴുവനും ഇപ്പൊ അതാ പുറത്തായി. ഇനി ഇത് നാട്ടുകാരറിയും, ഇനി ഇതിന്റെ പേരിൽ വേറെ കേസുകൾ വരും. ദീപയെ അന്ന് വിഷം കൊടുത്ത് കൊല്ലാനായിട്ടൊക്കെ ശ്രമിച്ച കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനൊക്കെ അന്വേഷണമൊക്കെ വന്നാൽ താനും തന്റെ അമ്മയും ഒക്കെ ഇനി ജയിലിലാകുമല്ലോ എന്നുള്ള ഒരു ടെൻഷനോട് കൂടി അവിടെ നിൽക്കുകയാണ്. ഇപ്പോഴും കല്യാണി താൻ നേരിട്ട് കൊണ്ടിരുന്ന ഓരോ യാതനകളും തന്റെ ജീവിതത്തിൽ സംഭവിച്ച ഓരോ കാര്യങ്ങളും അവള് വിളിച്ചോതി പറയാണ്. 3ാം ക്ലാസ്സിൽ എന്റെ പഠിത്തം നിർത്താനുള്ള കാരണം ഈ അച്ഛനും എന്റെ അമ്മുമ്മയും തന്നെയാണ്. അവരാണ് എന്റെ പുസ്തകങ്ങളും ബാഗും എല്ലാം വലിച്ചെറിഞ്ഞ് കത്തിച്ചത്. അല്ലാതെ ഈ കല്യാണി സ്വഭാവ ദൂഷ്യമുള്ള ഒരാളായത് കൊണ്ടല്ല പഠിത്തം നിർത്തേണ്ടി വന്നത്. തുടങ്ങിയ കാര്യങ്ങളെല്ലാം കല്യാണി നിരത്തി പറയുമ്പം ഇതൊക്കെ കേട്ട് മായും പൊളിച്ചിരിക്കുകയാണ് നമ്മുടെ പ്രകാശൻ. ഇനി എന്തായാലും പ്രകാശന് മനസ്സിലായി ഇവളുടെ അടുത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ കുറച്ചുകൂടി കള്ളത്തരം പറയേണ്ടി വരുമെന്നുള്ള കാര്യം. അപ്പം അത്തരത്തിലുള്ള ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. പ്രകാശനെ കോടതി മുറിയിൽ വെച്ച് വലിച്ചു കീറുകയാണ് നമ്മുടെ കല്യാണി. കല്യാണിക്ക് കുറച്ചൊക്കെ അപമാനം നേരിടേണ്ടി വന്നെങ്കിലും അവൾ അതൊക്കെ ചെറുത്ത് നിൽക്കുകയാണ്. അവളുടെ കൂടെ സ്ട്രോങ് ആയിട്ട് നമ്മുടെ കിരൺ ഉണ്ടല്ലോ. അപ്പം ആ വിശേഷമാണ് ഇന്ന് നടക്കുന്നത്. എല്ലാവരും കാണുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.